ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലോട്ട് സോയാ ചങ്ക്സ് ഇട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം 4-5 വട്ടം കഴുകി അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലോട്ട് ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു ഉള്ളിയും ഒരു തക്കാളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില പൊട്ടിക്കാം. എന്നിട്ട് നമ്മുടെ ഒരു പോങ്ങളവിൽ, അതായത് ഒരു കൈപ്പിടി കളവിലുള്ള ചെറുള്ളി എടുത്ത് അത് കുനുകുന അരിഞ്ഞ് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു പൊടി ഉണ്ടാക്കാറുണ്ട്. മല്ലിയും പിന്നെ അതുപോലെ വലിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും കുരുമുളകും ചേർത്ത് വറുത്ത് പൊടിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയിലും വേറെയുള്ള കറിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് ഒരു 1/4 പിഞ്ച് അളവിൽ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ കൂട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. തീർച്ചയായും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്.